പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന പ്രശ്നം ഇതാണ്. നമ്മളിങ്ങനെ കാഴ്ചയിൽ അങ്ങ് വിലയിരുത്തി കളയും, അങ്ങ് വിധിച്ചു കളയും. പക്ഷെ സത്യം അതാവണമെന്നുണ്ടോ? ആരെങ്കിലും നിങ്ങളെ എപ്പോഴെങ്കിലും അടിച്ചിരുത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിന്റെ സ്വഭാവമൊക്കെ എനിക്കറിയാം, നീ അധികം മിണ്ടാനൊന്നും വരണ്ട. ഞാൻ കേട്ടിട്ടുണ്ട് ചില മനുഷ്യർ പറയും, അച്ഛാ ഈ പറഞ്ഞ ആളുടെയൊക്കെ ഹിസ്റ്ററി അച്ഛൻ അറിയാവോ, ഇവൻ എങ്ങനെയുള്ള ആളായിരുന്നു എന്നറിയാവോ എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാം. നമ്മൾ എത്ര നന്നായിട്ട് ജീവിച്ചെന്ന് പറഞ്ഞാലും എന്തെങ്കിലും ഒരു കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ബലഹീനതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആളുകൾ പറയും ഇവൻ അങ്ങനെയുള്ള ആളാണ്. ലോകം നമ്മെ കാണുന്നത് നമ്മുടെ ഇന്നലകൾ നോക്കിയിട്ടാണ്. എന്നാൽ ദൈവം ഒരിക്കലും അങ്ങനെയല്ല. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോനെ അനുഗമിച്ച കുറേ സ്ത്രീകളെ നമ്മൾ കാണുന്നുണ്ട്, ഒരു കൂട്ടം സ്ത്രീജനങ്ങൾ. ഇവരെ നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. കാരണം തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് ഈ സ്ത്രീകൾ ഈശോയുടെ കൂടെ നടന്നപ്പോൾ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അടക്കം പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടായിരിക്കും. കാരണം എന്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഇവർക്കുള്ളത്. ഒരു പബ്ലിക്കായിട്ടുള്ള സിന്നേഴ്സ് അല്ലെങ്കിൽ പാപിനികൾ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവർ, പിശാച് ബാധിച്ചവർ എന്നിങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ആളുകളായിരുന്നു. ദൈവം ഒരിക്കലും നമ്മുടെ ഇന്നലകളിലേക്ക് നോക്കുന്നില്ല. ഈശോ അങ്ങനെ നോക്കിയിരുന്നുവെങ്കിൽ വർഷങ്ങളായിട്ട് വ്യഭിചാരം ചെയ്ത ഈജിപ്തിലെ വിശുദ്ധ മറിയം ഒരു വിശുദ്ധയാകുമായിരുന്നില്ല. മോശമായ ജീവിതം എന്ന് വെച്ചാൽ വിശുദ്ധ അഗസ്റ്റിനും ഒരു വിശുദ്ധനാകുമായിരുന്നില്ല. പക്ഷെ മനുഷ്യർ എപ്പോഴും നോക്കുന്നത് നമ്മുടെ ഇന്നലകളിലേക്കാണ്. ഇവൻ ആരായിരുന്നു, ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയൊക്കെ നമുക്ക് അറിയാമെന്നൊക്കെ പറയും. പക്ഷേ ഈശോ എപ്പോഴും നോക്കുന്നത് നമ്മളെ നാളെ എന്താക്കാം, നീ ഇപ്പോഴെന്താണ് എന്നുള്ളതാണ്. നിന്റെ ഇന്നലകളെ ഓർത്ത് നീ വേദനിക്കാതിരിക്കുക, വിഷമിക്കാതിരിക്കുക. ഈ നിമിഷം വരെയുള്ള നിന്റെ ഹിസ്റ്ററി എന്തുമായിക്കൊള്ളട്ടെ, അതൊരു പ്രശ്നമേ അല്ല. പക്ഷെ ഈ ഒരു മൊമെന്റ്, ഇവിടം തൊട്ട് നീ മാറാൻ റെഡിയാണോ? നീ റെഡിയാണെങ്കിൽ നീ ഉറപ്പിച്ചോ, നിന്റെ ജീവിതം തമ്പുരാൻ ഏറ്റെടുക്കും. കാരണം അവൻ നോക്കുന്നത് നിന്നെ നാളെ എന്താക്കാം എന്നുള്ളതാണ്.